മക്കളെ, ഇംഗ്ലീഷ് പരീക്ഷ പറ്റി നിങ്ങൾക്ക് പേടിയുണ്ടോ? സാർ, ഇംഗ്ലീഷ് എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ഇംഗ്ലീഷും കൂടെ എഴുതാൻ അറിയില്ല, മാത്രമല്ല ഗ്രാമർ, ഈ ഡിസ്കോഴ്സിലൊക്കെ കുറേ എഴുതണം, അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ പേടിയോ, എങ്ങനെ അത് സോൾവ് ചെയ്യുന്ന അറിയില്ല. ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ സാർ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ മാത്രമല്ല നിരവധി വിദ്യാർത്ഥികൾക്ക് ഇതേ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ ഇംഗ്ലീഷിൻ്റെ ലൈവ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ട് കുറേ അതിൻ്റെ ആൻസർ ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു അങ്ങനെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിന് നിങ്ങൾ ഒരു ബുദ്ധിപരമായിട്ടുള്ളൊരു അപ്രോച്ച് ഉണ്ടാക്കണം. ആ ബുദ്ധിപരമായിട്ട് അപ്രോച്ചിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷാ പേപ്പർ നിങ്ങളൊന്ന് പരിചയപ്പെടുക. അതിന് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ തരാൻ വേണ്ടി ഞാനൊരു ടേബിളിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരീക്ഷ പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നത് റീഡിങ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. അപ്പോൾ ഒരു നോൺ പാരഗ്രാഫ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചൊരു ചാപ്റ്ററിൽ നിന്ന് ഒരു നോൺ പാരഗ്രാഫ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതേ പാറ്റേണിൽ എക്സാക്ട്ലി ആവണമെന്നില്ല നിങ്ങളുടെ പബ്ലിക് എക്സാം, പക്ഷേ ഒട്ടുമിക്ക കാര്യങ്ങളും ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പഠിച്ചൊരു ചാപ്റ്ററിൽ പാരഗ്രാഫ് ഉണ്ടാവും, അത് ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ഈ സാധനം ആൻസർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരു തവണയെങ്കിലും വായിച്ചിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാ ചാപ്റ്റർ എന്ന് പോലും മനസ്സിലാവില്ല, പിന്നെ ഇങ്ങനെ ഉത്തരം കൊടുക്കുക. പിന്നെ അതേപോലെ നോൺ പോയം ഉണ്ട്. അപ്പോൾ പോയത്തിൻ്റെ ഒരു സ്റ്റാൻസ് അല്ലെ 2 സ്റ്റാൻസ് വരും, എന്നിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഓക്കെ, ഇതിൻ്റെ മീനിങ്ങിൻ്റെ ഈ വേർഡിൻ്റെ അർത്ഥം എന്താണ്, അല്ലെ വാട്ട് ഡസ് ദി പോയറ്റ് മീൻ ബൈ ദിസ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ പോയവും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ പോയത്തിൻ്റെയും ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പഠിക്കണം, അല്ലെങ്കിൽ പോയം പഠിക്കണമെങ്കിൽ നിങ്ങൾ അത് പോയി കാണാം. ചാപ്റ്റേഴ്സ് നിങ്ങൾ വീഡിയോ നോക്കി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാണ്. പോയംസ് നിങ്ങൾ വീഡിയോ നോക്കി പഠിക്കുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ ലൈൻ ബൈ ലൈൻ ഓരോ വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യും. പക്ഷേ ആ പോയത്തിൻ്റെ പേരിലൂടെ നിങ്ങൾ എക്സാമിനർ നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ പോയം അപ്രീസിയേഷൻ ചോദിക്കും. അപ്പോൾ എല്ലാ പോയത്തിൻ്റെ അപ്രീസിയേഷൻ കൂടി പഠിച്ചു വെക്കുക. അതിൽ തന്നെ ചില പോയത്തിൻ്റെ ഉള്ളൂ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുക. പക്ഷേ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ പോയത്തിൻ്റെ അപ്രീസിയേഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ അത് നിങ്ങൾ ഓരോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാമിന് അടുപ്പിച്ച് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ നേരത്തെ പഠിച്ചു വെക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി എടുത്ത ലൈവുകളോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അപ്രീസിയേഷൻ അവിടെ കിട്ടുന്നതായിരിക്കും. പക്ഷേ അപ്രീസിയേഷൻ്റെ കാര്യം നിങ്ങൾ വലിയ പേടിക്കേണ്ട, കാരണം അത് നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിച്ചിട്ട് എഴുതാവുന്നുള്ളൂ. അതിൽ വലിയ നിങ്ങളായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും. അൺനോൺ ആയിട്ടുള്ളൊരു പാസേജ് ഉണ്ടാവും, അത് ജസ്റ്റ് വായിക്കുക, അതിൻ്റെ ഉത്തരങ്ങൾ പറയാം. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സിമ്പിളായിരിക്കും എപ്പോഴും. പിന്നീട് വരുന്ന ഡിസ്കോഴ്സസ് അഥവാ റൈറ്റപ്പ്, നാരേറ്റീവ്, റിവ്യൂ, ഡയറി എൻട്രി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ഫോർമാറ്റൊക്കെ പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. എങ്ങനെ റൈറ്റപ്പ് എഴുതണം, എങ്ങനെ നാരേറ്റീവ് എഴുതണം, എങ്ങനെ ഡയറി എഴുതണം എന്നുള്ള ഫോർമാറ്റ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം എന്ത് ബേസ്ഡ് ആയിരിക്കും? നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ബേസ്ഡ് ആയിരിക്കും. ഡയറി എൻട്രി നിങ്ങൾ പഠിച്ചൊരു ചാപ്റ്ററിലെ ആൾ എഴുതുന്ന ഡയറി എൻട്രി ആയിരിക്കും. കോൺവെർസേഷൻ നിങ്ങൾ പഠിച്ചൊരു ചാപ്റ്ററിൽ 2 ആൾക്കാർ തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും. നോട്ടീസ് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇൻ്റർവ്യൂ നിങ്ങൾ പഠിച്ചൊരു ചാപ്റ്ററിലെ ഒരു ക്യാരക്ടറിൻ്റെ അല്ലെങ്കിൽ ഓതറിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം ചാപ്റ്റർ ബേസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾ ആ ചാപ്റ്ററിലെ കണ്ടന്റ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതിന് ഫോർമാറ്റ് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്താണ്? ഫോർമാറ്റ് അല്ല, നിങ്ങൾ ചാപ്റ്റേഴ്സിൻ്റെ നോളേജ് വേണം. അപ്പോൾ അതിന് ഇപ്പം മുതലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ചാപ്റ്റേഴ്സ് വായിച്ചു കൊടുക്കണം. പരീക്ഷയുടെ സമയത്ത് ചാപ്റ്റർ വായിച്ചാൽ നിങ്ങളുടെ ഇത് എഴുതാൻ മാത്രമുള്ള ഐഡിയാസ് നിങ്ങളുടെ തലയിൽ ഉണ്ടാവില്ല. നിങ്ങൾ ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കും, പക്ഷേ അത് എഴുതാനുള്ള ഐഡിയാസ് നിങ്ങളുടെ തലയിൽ സ്റ്റോർ ആവില്ല. അപ്പം മെല്ലെ മെല്ലെ ഞാൻ പറയുകയാണ്, സിമ്പിളായിട്ടേ ഡെയിലി നിങ്ങളൊരു ചാപ്റ്റർ വായിക്കും. ഭയങ്കര കഷ്ടപ്പാടൊന്നുമില്ല, ഒരു ചാപ്റ്റർ വായിക്കാൻ അത്ര 15 മിനിറ്റ് എടുക്കും. വായിക്കും, ഇത്ര ചെയ്താൽ എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വായിച്ചാൽ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും മുമ്പ് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര ചാപ്റ്റർ തീർക്കാൻ പറ്റും. ആ റേറ്റിൽ ചെയ്താൽ പിന്നെ പബ്ലിക് എക്സാമും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ലൈവിലൊക്കെ വന്നിട്ട് റിവൈസ് ചെയ്യുക. അത് ചെയ്താൽ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നുള്ളൂ. ക്ലിയർ ആണല്ലോ? സെറ്റാണ്, ബുദ്ധിമുട്ടില്ല, സെറ്റ്. പിന്നെ നിങ്ങൾക്ക് അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം എന്താണ് മക്കളെ? നിങ്ങൾ ഓരോ ഡിസ്കോഴ്സും നിങ്ങൾ സ്വന്തം എഴുതി പഠിക്കുക. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗൈഡ്, എക്സാമിനറിൻ്റെ ഗൈഡ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൈഡ് ഉണ്ടെങ്കിൽ അതിൽ റൈറ്റപ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് വായിച്ച് പഠിക്കരുത്, നിങ്ങൾ സ്വന്തമായി നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് ആ ഗൈഡിലുള്ള അല്ല ബുക്കിലുള്ള ആൻസറുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഗൈഡും ബുക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്രേ ഉള്ളൂ. നമ്മുടെ ഓൾറെഡി നമ്മൾ ക്രിസ്മസ് എക്സാമിന് പോയതോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിന് പോയ ഒരു അവസാനത്തെ ലൈവൊക്കെ ഉണ്ടാവില്ലേ, അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ഇതിൽ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ആ സ്വന്തം എഴുത്ത് ശരിയാക്കണമെങ്കിൽ സ്വന്തമായി ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുക. ആ ക്ലാസ്സിലെടുത്ത അല്ല നോട്ട്ബുക്കിലെടുത്ത ആ ബുക്കിലുള്ള ആൻസർ കയറി കമ്പയർ ചെയ്യുക. എന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ പോരായ്മകൾ എന്ന് എല്ലാവരെയും നിങ്ങൾ നോക്കുക. അപ്പോൾ അത് നിങ്ങൾ ഡെയിലി നിങ്ങൾ ഒരു ഡിസ്കോഴ്സ് എങ്കിലും എഴുതി പഠിച്ചാൽ സോൾവ് ചെയ്യാവുന്നുള്ള പ്രശ്നമുള്ളൂ. ഇതൊന്നും പക്ഷേ പരീക്ഷയുടെ ദിവസങ്ങളിൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം കൂടെ എല്ലാ ദിവസവും കുറച്ച് ചെയ്താൽ സോൾവ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. പിന്നെയുള്ള റീഡിങ് കോംപ്രിഹെൻഷൻ ഉണ്ടാവും, ഭയങ്കര സിമ്പിളായിരിക്കും ഉണ്ടാവും. ഈ ടേബിളൊക്കെ നല്ല ക്വസ്റ്റ്യനാണ്, ഭയങ്കര കോമഡി ആയിരിക്കും. പിന്നെ ഗ്രാമറാണ് മിക്ക കുട്ടികൾക്കും ഈ പ്രശ്നം. കാരണം ഗ്രാമറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല.
ഇതിൽ ഓപ്ഷൻസ് ഉണ്ടാവും, ഒന്നെങ്കിൽ റൈറ്റ് അപ്പ് എഴുതുക, അല്ലെങ്കിൽ നരേറ്റീവ് എഴുതുക, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയുന്ന വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഗ്രാമറിൽ അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല ഗ്രാമറിൻ്റെ കൃത്യമായിട്ട് റൂൾസ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതി കാച്ചാൻ പറ്റില്ല. ഇവിടെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കാം അറിയുന്നൊക്കെ വെച്ചിട്ട്, പക്ഷേ ഇവിടെ അതൊന്നും നടക്കില്ല. അപ്പോൾ ഗ്രാമർ പഠിക്കണം, അത് നേരത്തെ പഠിക്കണം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഒരു അടിപൊളി സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത്. നമ്മുടെ എക്സാമിനറിൻ്റെ ചാനലിൽ പോവുക, അതിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷനിൽ പോവുക. അവിടെ നോക്കിക്കേ SSLC ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ അതിൽ ഫസ്റ്റ് സാധനം എന്ന് പറഞ്ഞാൽ ഒരു 3 മണിക്കൂർ 36 മിനിറ്റ് സാധനമാണ്, അത് ലൈവാണ്. അപ്പോൾ എല്ലാ ഗ്രാമറും കൂടെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്, നിങ്ങൾ സമയം എപ്പോഴെങ്കിലും ഞായറാഴ്ച സമയം ഉണ്ടെങ്കിൽ ഈ ഒരു ലൈവ് ഫുള്ളായിട്ട് 2x ഇട്ട് കാണാം. ഫുൾ ഗ്രാമറിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ഓരോരോ ഗ്രാമറിന് സെപ്പറേറ്റ് ടോപ്പിക് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. റിപ്പോർട്ടർ സ്പീച്ച്, കോൺവെർസേഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നൗൺ ഫ്രേസ്, വേർബ് ഫ്രേസ്, ഫ്രേസൽ വേർബ്സ്, എഡിറ്റിങ്ങിൻ്റെ ഒക്കെ സെപ്പറേറ്റ് ടോപ്പിക്സും അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും അതിൽ ഓൾറെഡി നമ്മൾ കുറേ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓരോന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഗ്രാമറിൻ്റെ കാര്യം ഓൾറെഡി സെറ്റാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ, ഗ്രാമറിൻ്റെ ബേസ് ആയിട്ട് ഇനിയും വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എന്ത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതാരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഗ്രാമർ അല്ല വേറെ എന്തെങ്കിലും ആണ് വേണമെങ്കിൽ അതും നിങ്ങൾ പറയുക, നമ്മളത് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഗ്രാമർ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചെടുക്കുക. അവിടുന്ന് പഠിച്ചെടുത്താൽ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കാരണം അത്രയ്ക്ക് ഗ്രാമറായി ചോദിക്കുള്ളൂ 10ാം ക്ലാസ്സിൽ. ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ സെഗ്രിഗേറ്റ് ചെയ്ത് പഠിച്ചാൽ ഡെയിലി ഒരു ചാപ്റ്ററും ഒരു ഡിസ്കോഴ്സിൻ്റെ പ്രാക്ടീസ് എഴുതി പഠിക്കുന്നതും നിങ്ങൾ എല്ലാ ദിവസവും ചെയ്ത് പിന്നെ ഗ്രാമർ ഞാൻ ഈ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു മക്കളെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മര്യാദയ്ക്ക് പറയാൻ അറിയില്ലെങ്കിൽ ഒരു മിക്ക ആൾക്കാർക്ക് നമ്മുടെ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോഴും നമുക്ക് പറയാനൊന്നും അറിയുന്നില്ലായിരുന്നു. പക്ഷേ പരീക്ഷയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും, അത് ഗ്യാരണ്ടിയാണ്. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ ഓക്കെ. ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ അതിനുള്ള എല്ലാ ഹെൽപ്പ് തരാൻ നമ്മൾ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇനിയും വീഡിയോസ് വേണമെന്നുള്ളത് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇംഗ്ലീഷിന് തകർക്കാൻ പോവാണ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം മക്കളെ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.